സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയവാദികളോടുള്ള വിമർശനം വിശ്വാസികളോടുള്ള വിമർശനമായി പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും സമസ്ത ശതാബ്ദി യാത്ര സ്വീകരണ സമ്മേളനത്തിൽ പിണറായി പറഞ്ഞു. തമിഴ്നാട് നാഗർകോവിലിൽ നിന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആരംഭിച്ച ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് വൻ സ്വീകരണമാണ് ലഭിച്ചത്. കേരളത്തിലേക്ക് കടന്ന സന്ദേശയാത്രയിലെ സ്വീകരണ യോഗം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടെ കണ്ടുവെന്നും അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് അളക്കാവുന്നതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത്. ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് അളക്കാവുന്നതല്ല. നാടിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് സമസ്തയുടെ ലക്ഷ്യമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവശ്യമായതും നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ എപ്പോഴും ആവശ്യപ്പെടാറുള്ളൂ. അത് ഭരണ പ്രതിപക്ഷ ഏത് ഗവൺമെൻറ്റുകൾ ഇവിടെ വരുമ്പോഴും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യങ്ങളും മറ്റും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് LDFും അങ്ങനെ ചെയ്തിട്ടുണ്ട്, UDFും ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ കെ മുരളീധരൻ, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി തുടങ്ങിയവരും വിവിധ ഇസ്ലാം മത പണ്ഡിതരും മുഖ്യാതിഥികളായി. അടുത്ത വർഷം ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് സന്ദേശയാത്ര കടന്നുപോകുന്നത്. വിവിധ ജില്ലകളിലായി 17 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഈ മാസം 28-ന് മംഗലാപുരത്ത് സന്ദേശയാത്ര സമാപിക്കും. മീഡിയ 1 തിരുവനന്തപുരം.